ചിരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാമോ? സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ചിരിച്ച് ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തിലെ 16-ാം തീയതി നമുക്കൊന്നിച്ച് കർത്താവിന് ആരാധന കൊടുപ്പാൻ കർത്താവ് അവസരത്തെ നൽകി. ഞാൻ ഈ സമയത്ത് ഇപ്പോൾ തന്നെ ചില വചനങ്ങളും കൂടെ ചേർന്ന് പറഞ്ഞ് അതിനുശേഷം കർത്തൃമേശ എടുത്തതിന് ശേഷം മറ്റൊന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സംസാരിച്ച് നമുക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് കൃപ നൽകട്ടെ. എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ ചിരിക്കുന്ന മുഖങ്ങൾക്കായിട്ട് സ്തോത്രം. ഒന്ന് ചിരിക്കാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ചിരിച്ച് ആമേൻ. ആശയർ ചിരിക്കുന്ന പോലെ നല്ല നല്ല പല്ലൊക്കെ കാണിച്ച് നല്ല സുന്ദരനായിട്ട് ചിരിക്കണം. ചിരിക്കുക. ആമേൻ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകി. എന്തോ എനിക്ക് ഭയങ്കരമായ, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ചില സമയങ്ങളാണ് ഇത്. കർത്താവ് ഈ ദൈവസഭയോട് പറയാൻ ഈ വർഷം എന്നെ ഏൽപ്പിച്ച ഒരു ദൂതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഞാൻ എന്ത് സംസാരിക്കണോ, ഞാൻ ഓൾറെഡി ഹാർവസ്റ്റ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ജനുവരി മാസം മുതൽ പറഞ്ഞു തുടങ്ങിയത്. അതിനിടയ്ക്ക് പുത്രന്മാർ എന്ന് പറഞ്ഞൊരു വാക്ക് കൊയ്ത്താർക്കുള്ളതാണ്, പുത്രന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഈ മാസങ്ങളിൽ, അതായത് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഈ ഹാർവസ്റ്റിൻ്റെ അടുത്ത ഒരു പോർഷൻ പറയാൻ ഏൽപ്പിച്ചൊരു ദൂതായിരുന്നു ദൈവരാജ്യം എന്നുള്ളത്. ഓൾറെഡി ഞാനത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രിയ ആമേൻ നമ്മുടെ പാസ്റ്റർ ജോളി അത് വളരെ ഭംഗിയായിട്ട്, എൻ്റെ ഒത്തിരി സ്ട്രെസ് അതിനകത്ത് കുറച്ച് തന്നു, വളരെ ഭംഗിയായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് അത് നിങ്ങൾ കട്ട് ചെയ്ത് നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലിടണം. അതൊരു ബേസിക്കായ ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം ഓർക്കുന്ന എത്ര പേരുണ്ട്? സന്ദേശം ഓർക്കുന്നവർ? ഓർക്കുന്നില്ല എങ്കിൽ ഇന്നലെ ഞാൻ ആ ഗ്രൂപ്പിൽ, ഇന്നലെയാണ് 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. ആ സന്ദേശം ഇന്നലെ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഇല്ലാത്തവർ പ്രിയപ്പെട്ട നിങ്ങൾ നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആമേൻ. ആദ്യ സമയങ്ങളിൽ കുറേ പ്രാർത്ഥനയൊക്കെയാണ്. അതിന് ശേഷം ഉള്ള ആ ഭാഗത്ത് ആ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇട്ട് അത് നിങ്ങൾ കേൾക്കുക. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ബേസിക്കാണ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു കണ്ണു തുറക്കലായിരുന്നു. ആമേൻ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നടന്ന എത്ര പേർക്ക് അത് ബോധ്യമുണ്ട്? സാധാരണമായ രീതിയിൽ കർത്താവ് നമ്മളുടെ കണ്ണുകളെ തുറന്നു തന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിൽ പറയുന്നു ദൈവരാജ്യം എന്തല്ല, ഭക്ഷണവുമല്ല പാനീയവുമല്ല, പിന്നെ എന്താണ് ദൈവരാജ്യം? പിന്നെ എന്താണ്? റോമാലേഖനത്തിൽ പറയുന്നു ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെ ദൈവരാജ്യം എന്താണ് എന്ന് റോമാലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവരാജ്യം എന്തല്ല, ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും. വാക്യം വായിച്ചേ, 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ ദൈവരാജ്യം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുമായിട്ട് കണക്റ്റ് ആക്കാതെ ആത്മീയ ജീവിതത്തിനകത്ത് നിൽപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. 1-2 ചിന്തകൾ കൂടെ. കഴിഞ്ഞ ദിവസം പ്രിയ പാസ്റ്റർ ജോളി പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദൈവരാജ്യം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ ആഴ്ചയിൽ പക്ഷെ ജോളി ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്താണ് ദൈവരാജ്യത്തിനകത്ത് ദൈവവും ആഗ്രഹിക്കുന്നത്
എന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഞാനതിങ്ങനെ വായിക്കാം. ഞാനത് ഇങ്ങനെ എഴുതിയെടുത്ത് ഞാനതിങ്ങനെ വായിക്കാം. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്സ് ഹെർട്ട് ആൻഡ് ഹിസ് അതോറിറ്റി ഫ്രം ദ അൺസീൻ റെലം ഇൻ ടു ദ സീൻ റെലം ത്രൂ അസ്. എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത സ്വർഗരാജ്യത്തിനകത്തുള്ളതിനെയൊക്കെ വെളിപ്പെടുത്തുന്ന റലമായ ഭൂമിയിൽ വെളിപ്പെടുത്താനുള്ള അതോറിറ്റിയും അധികാരവുമാണ് ദൈവരാജ്യത്തിനകത്തൂടെ നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവരാജ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയത് അതെന്താണ്? ദൈവരാജ്യം എപ്പോഴും ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ലേ? ഒതുങ്ങി നിൽക്കുന്നതാണോ ദൈവരാജ്യം? നമ്മളൊരു വീട് പണിതാൽ, നമ്മളൊരു ചർച്ച് പണിതാൽ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പണിതാൽ അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നാട്ടിൽ നിങ്ങളുടെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അടുത്ത വർഷം അത് 2550 മാറുമോ? ഒരിക്കലുമില്ല. നമ്മൾ എത്ര പണിയുന്നോ അതായിരിക്കും അതിൻ്റെ സ്ക്വയർ ഫീറ്റ്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഒരിക്കലും എന്ന് വെച്ചാൽ തുടങ്ങുന്നതായിരിക്കത്തില്ല. അതിനെന്നാ ഉണ്ട്? എക്സ്പാൻഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. ചേർന്ന് പറഞ്ഞ്, ദൈവരാജ്യം എന്ന് പറയുന്നത് വളരുന്നതാണ്. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വളരുന്ന രാജ്യത്തിനകത്താണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുക, സ്തോത്രം, വലിപ്പം കൂടുക എന്നൊക്കെ പറയുന്നത് പോലെ ദൈവരാജ്യം എന്ന് പറയുന്നതിനകത്ത് എന്നാ ഉണ്ട്? എക്സ്പാൻഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എന്നിലാണ് എന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിനകത്ത് എന്തുണ്ടാകണം? ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. ഈ പകൽക്കാലം ഈ പറയുന്ന വാക്കുകൾ, ദൈവരാജ്യത്തിൻ്റെ ചില വാക്കുകൾ നമ്മളിവിടെ പറയാൻ പോകും. നമ്മുടെ ജീവിതത്തിനകത്ത് എന്നാ ഉണ്ടാകണം? എക്സ്പാൻഷൻ ഉണ്ടാകണം, എക്സ്പാൻഷൻ ഉണ്ടാകണം, എക്സ്റ്റൻഷൻ ഉണ്ടാകണം, വളർച്ചയുണ്ടാകണം. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒരുപോലെ വർദ്ധിച്ചു വരണമെന്ന് അബ്രഹാമിനോട് പിതാവായ ദൈവം പറഞ്ഞതുപോലെ അബ്രഹാമിന് കൊടുത്ത അതേ വാഗ്ദത്തത്തെ ഇന്ന് പകൽ സ്വീകരിച്ചുകൊണ്ട് പറ, ഞാൻ ഈ രാജ്യത്ത് എക്സ്പാൻഷൻ ആകും. എന്നെ ആക്കി വെക്കുന്നിടത്ത് ഞാൻ വളരും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വായകളെല്ലാം തുറന്ന് പറഞ്ഞേ, എന്നെ ആക്കി വെക്കുന്നിടത്ത് ഞാൻ വളരും. ചേർന്ന് പറഞ്ഞ്, ഞാൻ ആക്കി വെക്കുന്നിടത്ത് ഞാൻ വളരും. നിങ്ങളുടെ ജോലിയെ നോക്കിക്കൊണ്ട്, ഇനി നമ്മുടെ ഭൗതിക കാര്യത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞ്, നിങ്ങളുടെ ജോലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ്, എന്നും ആ പൊസിഷനകത്ത് നീ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ആ പൊസിഷൻ, ആ ജോലിയിൽ എവിടെയൊക്കെ ഉയർച്ചയുണ്ടോ, എവിടെയൊക്കെ വളരാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ വളർന്നു കയറും. ഒന്ന് ചേർന്ന് പറഞ്ഞ്, എവിടെയൊക്കെ വളരാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ വളർന്നു കയറും. ഹല്ലേലൂയ. നിങ്ങളുടെ ജോലിയെ നോക്കിക്കൊണ്ട് നിങ്ങളത് പറഞ്ഞു, നിങ്ങളുടെ വീടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ, 2 പേരുള്ളവർ, 3 പേരുള്ളവർ, 5 പേരുള്ളവർ, നിങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞ, ഞങ്ങൾ വളരും, ഞങ്ങൾ വളരും, ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. ദൈവരാജ്യം എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നവമി അല്ലേ രൂത്തിന്റെ അമ്മായിയമ്മ, പുള്ളിക്കാരത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് എന്താ? ഞങ്ങൾ നിറഞ്ഞവളായിട്ട് പോയി, ഒന്നുമില്ലാതെ വന്നു. അതല്ല ദൈവരാജ്യം. ഇല്ലാത്തതിനെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാക്കി വെക്കരുത് ദൈവരാജ്യം. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക. സ്തോത്രം. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് വളർച്ച ഉണ്ടാകണം. നമ്മൾ ഇനി നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ പറ, നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഈ കാലിയെ കസേരകളൊക്കെ നോക്കി പറ, എന്നും ഇങ്ങനെയായിരിക്കുമോ? എൻ്റെ അടുത്ത് എപ്പോഴും ഒരു ചെയർ, എൻ്റെ ബൈബിൾ വെക്കാൻ, എൻ്റെ കുട വെക്കാൻ. ഇനി വിൻ്റർ തുടങ്ങുമ്പോൾ എൻ്റെ ജാക്കറ്റ് തൂക്കിയിടാനുള്ള ചെയർ അല്ല നിൻ്റെ അടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എക്സ്പാൻഷൻ നടക്കുമെന്ന് പറയാൻ പറ്റുന്നവർ ചേർന്ന് ആ വായുകളെല്ലാം തുറന്ന് പറഞ്ഞേ, ദൈവരാജ്യം എന്ന് പറയുന്നത് അത് വർദ്ധനവിൻ്റെ രാജ്യമാണ്, വർദ്ധനവിൻ്റെ രാജ്യമാണ്. ഹല്ലേലൂയ, വർദ്ധനവിൻ്റെ രാജ്യം. ആമേൻ, 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 ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇന്ന് പകൽ ഈ വാക്കിനെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെല്ലാം നോക്കി ഇങ്ങോട്ടൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ഒന്ന് ചേർന്ന് ആ വാക്കൊന്ന് പറഞ്ഞേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും ദൈവം അതിനെ വർദ്ധിപ്പിക്കും, ദൈവം അതിനെ വർദ്ധിപ്പിക്കും. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഹാർവേനോർ ഒരു വലിയൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ. ആമേൻ.
അതെനിക്കൊന്ന് യൂറോപ്പിൽ എനിക്ക് കൃത്യമായിട്ട് ചോദിച്ചാൽ സോബിക്ക് അറിയാൻ പറ്റുമായിരിക്കും. സോബി അത് പഠിച്ചാൽ ഇത് എവിടെ തുടങ്ങിയേ? ഇവിടെ തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എല്ലാ രാജ്യത്തിനകത്തും, കഴിഞ്ഞ ദിവസം ജോളിയൻ്റെ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഇതുപോലത്തെ ഒത്തിരി സാധനം ഉണ്ടെന്ന്, ഓസ്ട്രേലിയയിലുണ്ടെന്ന്. അത് അതിൻ്റെ ഷോറൂം കണ്ടപ്പോൾ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞേ, അത് ഈ ലോകപ്രകാരമുള്ളവൻ്റെ കാര്യം എക്സ്റ്റൻഷൻ നടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ, ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം നിൻ്റെ ലൈഫിനകത്തൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകും. ഇപ്പം ഡബ്ലിനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ നമ്മളുടെ കുടുംബം, ഇതിന് എക്സ്റ്റൻഷൻ നടക്കും. ഇത് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും ദൈവം എക്സ്റ്റൻഷൻ തരും. ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ വായ്കളെല്ലാം തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ വാ തുറന്ന് പറഞ്ഞേ, ഞാൻ ഒരു എക്സ്റ്റൻഷൻ. ദൈവരാജ്യത്തെ നമ്മൾ അങ്ങനെ വേണം ഡീല് ചെയ്യാൻ. ഞാൻ 1-2 വാക്കുകൾ മാത്രം പറയാം. പ്രത്യേകിച്ച് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം. മത്തായി സുവിശേഷം 13-ാം അധ്യായം എന്ന് വായിച്ചേ. എല്ലാവരും ബൈബിൾ എടുത്തേ. നിങ്ങൾ ബൈബിൾ എടുത്തേ. മത്തായി സുവിശേഷം 13-ാം അധ്യായം. അത് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. 13-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 31. സ്വർഗരാജ്യം എന്തിനോട് പറഞ്ഞ? കടുകുമണി. എന്തുവാ? കടുകുമണി. കടുകുമണി എന്ന് മാത്രം വലിപ്പമുണ്ട്. ഓക്കെ, കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത്, ആ കടുകുമണി ഒരു മനുഷ്യനെടുത്ത് എവിടെ ഇട്ടു? തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും നമുക്കറിയാം, അതെല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന് അത് എന്തായി മാറി? പറഞ്ഞ ഏറ്റവും, ആ വാക്കൊന്ന് പറഞ്ഞ കടുകുമണി ഏറ്റവും. നിങ്ങളൊന്ന് ആക്ഷനെ കാണിച്ച് പറ, ഇപ്പോൾ നിങ്ങൾ ഇട്ടത് ഒരു കടുകുമണിയാണ്, ഇപ്പം അതെന്തായി മാറി? ഏറ്റവും വലുതായി. അടുത്ത വാക്ക് നിങ്ങൾ എവിടെയാ ഇത്രയും വലിപ്പമുള്ള ഒരു കടുകിനെ കണ്ടിട്ട്? കടുകിന്റെ വൃക്ഷമെന്ന് പറയാൻ പറ്റത്തില്ല. കടുക് എന്നതാണ്? ഒരു സസ്യമാണ്, ചെറുതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഭാഗം ഇതിൻ്റെ മനസ്സിനകത്തോട് വന്നപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ഈ കടുകിന് ഏറ്റവും വലിപ്പമുള്ള കടുകിൻ്റെ വലിപ്പം എത്രയെന്ന് വെച്ച് പറഞ്ഞു, നല്ല വിത്താണെങ്കിൽ 2 മീറ്റർ വരെ പൊങ്ങുമെന്ന് പറഞ്ഞു. അത് വൃക്ഷമാണോ? അത് സസ്യത്തിൻ്റെ കൂട്ടത്തില്ല. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന കടുകെന്ന് പറയുന്നത് എന്തായി മാറി? നിങ്ങൾ പറഞ്ഞ സസ്യത്തിൻ്റെ കൂട്ടത്തിനകത്ത് അതെന്തായി മാറി? ഇതാണ് ദൈവരാജ്യം. ഇത് നിങ്ങൾ കടുകുമണി എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പിനകത്ത് ഇട്ട് പൊട്ടിക്കുന്ന സാധനത്തെ മാത്രമല്ല കാണണ്ടേ. നിങ്ങൾ കടുകെന്ന് പറഞ്ഞാൽ, കടുകുമണി എന്ന് പറഞ്ഞാൽ ഇത്രയേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പൊക്കവേ കാണത്തുള്ളൂ ലോകം കണ്ട കടുകുമണിക്ക്. പക്ഷെ ബൈബിളിലൂടെ ഒരുത്തൻ നോക്കിയാൽ കാണുന്നത് അതെന്തായി മാറി? ഒന്ന് ചേർന്ന് പറഞ്ഞൊരു വൃക്ഷമായി തീർന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്, ലോകം കണ്ട നിലവാരത്തിനൊരു പരിധിയുണ്ട്, പക്ഷെ കടുകുമണിയെ ദൈവം എന്താക്കി മാറ്റുന്നു? നിങ്ങൾ ആരും ഇതിനോട് ബന്ധപ്പെട്ടില്ല. ഇത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വെളിപ്പാടാണ്. അത് ഞാൻ ഇച്ചിരി ക്ലിയർ ആയിട്ട് പറയാം, ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ക്ലിയർ ആണ്. എങ്കിലും 11-ാമത്തെ വാക്യം വായിച്ചേ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് എന്താ? ഇതൊരു പറഞ്ഞ മർമ്മമാണ്. സ്വർഗരാജ്യം എന്ന് നിങ്ങൾ എന്നോ കേട്ടെ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് മർമ്മം എന്ന് മീൻസ് സീക്രട്ടാണ്. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം ഷെനി സിസ്റ്റർ. സ്വർഗരാജ്യത്തെ പറ്റി നമുക്കൊരു തിസീസ് എഴുതാൻ പറഞ്ഞാൽ ഒത്തിരി പഠിച്ചെഴുതാൻ പറ്റും. പക്ഷേ ആക്ച്വലി നമ്മുടെ ലൈഫിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത്, ഒന്നും കൂടെ പറയാം, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ, അൺസീൻ റലത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല എവിടെ വന്ന്. ദൈവം വസിക്കുന്നിടത്ത് അൺസീൻ റലത്തിൽ കിടക്കുന്നതിനെ കാണാൻ പറ്റുന്ന റലമാകുന്ന ഭൂമിയിൽ അപ്ലൈ ചെയ്യാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആരാന്നറിയാമോ? ഭയങ്കരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്നവരാണ്.
ഈ മിലിറ്ററിയിലും ഒക്കെ ഉള്ളവർ ഈ എന്താ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പോയിട്ട് അവരെ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കുമ്പോഴും അവരുടെ അകത്തൊരു ഭയങ്കര മിഷൻ കിടപ്പുണ്ട്. എൻ്റെ രാജ്യം എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്നും കൂടി ആവർത്തിക്കാം. ദൈവരാജ്യത്തിനകത്ത് ശാലോം ആരാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രഹസ്യമായ ഹൃദയത്തിൽ കടക്കുന്നതിന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്താനുള്ള, പരസ്യമാക്കാനുള്ള ഏജന്റാണ് ശാലോമും ഞാനും നിങ്ങൾ ഓരോരുത്തരും. അപ്പം പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്നത് പഠിക്കാനുള്ളൊരു ടോപ്പിക്കല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സീക്രട്ടാണ്, ഒരു മർമ്മമാണ്. പറഞ്ഞ ഇതൊരു മർമ്മമാണ്. ഈ മർമ്മത്തെ എന്ത് ചെയ്യണം? ഇത് വെളിപ്പെടുത്തണം. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യം പുറത്തുള്ള ഒരാളോടോ, ബൈബിൾ പഠിക്കുന്ന ഒരാളോടോ, മറ്റൊരാളോടോ പറഞ്ഞാൽ അവരിതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് അടഞ്ഞ കണ്ണുള്ളവനോടല്ല, തുറന്ന കണ്ണുള്ളവനോടാണ്. വെളിപ്പാടിനെ അങ്ങനെ തന്നെ സ്വീകരിപ്പാൻ മനസ്സുള്ളവനോടാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? സീക്രട്ടാണ്. ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണ്? ഈ സീക്രട്ടിനെ റിവീൽ ചെയ്ത് കൊടുക്കാൻ. ഹല്ലേലൂയ. നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞേ, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ആ വരം ലഭിച്ചവരൊന്ന് കരങ്ങളൊന്ന് ഉയർത്തിക്കൂ. അപ്പൊ തന്നെ പറയുന്നു, ഒരു കൂട്ടർക്ക് എന്തില്ല? അവരുടെ കയ്യിൽ ഇപ്പോഴും ലിറ്ററലി ബൈബിളിനകത്ത പേരുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം. നേരത്തെ ദൈവദാസൻ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോഴത്തേന് തോമസ് ഉടിവ്രതൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ? കേട്ടായിരുന്നോ? സ്വർഗത്തിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എങ്ങോട്ട് നോക്കി? ഉയരത്തിലേക്ക് നോക്കി. തോമസ് ഉടിവ്രതൻ ചോദിച്ചെന്നല്ലേ പറഞ്ഞേ? ആമേൻ. ഇപ്പോഴും അത് മേളിലാണെന്നും പറഞ്ഞാണ് നമ്മളിൽ പലരും. 2 ആഴ്ച മുമ്പ് നമ്മുടെ കണ്ണു അങ്ങനെയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ, ഇപ്പോഴും സ്വർഗരാജ്യത്തിന് മർമ്മത്തെ തുറന്നു കിട്ടിയവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോഴും അത് മർമ്മമായിട്ട് തന്നെ സ്വർഗരാജ്യം ലിറ്ററലി എഴുതപ്പെട്ടിരിക്കുന്ന വേർഡായിട്ട് തന്നെ എവിടെയോ പറഞ്ഞ് കർത്താവ് എന്നെ വിളിച്ചത് മർമ്മങ്ങളെ തുറന്നു കാണിക്കാനാണ്. ഇത് രഹസ്യമായ ഗൂഢമായിരിക്കുന്ന ചില പദ്ധതികളാണ് ഇതിനകത്ത് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, സ്വർഗം എന്ന് പറയുന്നത് ഭയങ്കരം സീക്രട്ടാണ്. നിങ്ങൾ കേട്ടില്ല? സ്വർഗം എന്ന് പറയുന്നത് ഭയങ്കരം. പ്രത്യേകിച്ച് ഈ ആശ്വാസ ഭവനങ്ങളിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ മരണഭവനങ്ങളിലൊക്കെ പറയുന്നൊരു വാക്കാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്താണ് കാണാൻ പറയാൻ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയതിന് ശേഷം നിങ്ങളെയും വന്ന് ഞാൻ ഇരിക്കുന്ന. അതിനകത്തൊരു ഭയങ്കരമായൊരു മർമ്മം കിടപ്പുണ്ട്. ഇനിയും ദൈവം നമ്മളെ ഇരുത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്വർഗരാജ്യത്തിൽ നിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവം സിംഹാസനത്തിലും. കഴിഞ്ഞ ആഴ്ച അത് ഇവിടെ ഇത് ചെയ്ത് കാണിച്ചു. ഇവിടെ എവിടെയായിരുന്നു? സ്തോത്രം. അന്നേരത്ത് ആരായിരുന്നു സ്വർഗരാജ്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരുന്നേ? ഏഞ്ചലിൻ്റെ മടിയിൽ ആരായിരുന്നിരുന്നേ? മന്നു. സ്തോത്രം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നു. നോക്കി, ജോൺ 14 നമ്പർ 2 ആണെന്ന് തോന്നുന്നു, വേഴ്സ് 2 ആണെന്ന് തോന്നുന്നു. 14-ാം അധ്യായം 2-ാമത്തെ വാക്യം തോന്നുന്നു. വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും. ജോബി ഇരിക്കുന്ന ഇടത്ത് എനിക്ക് ഇരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജോബി അവിടെ നിന്ന് എനിക്ക്, അല്ലെങ്കിൽ പിന്നെ താങ്ങത്തില്ലത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പിതാവായ ദൈവം പറയുന്നു, എന്നെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഷെറിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, താഴെ കിടന്നോട്ട് തരണേ നല്ല അപ്പൻ്റെ മടിയിലാണ് ഷെറിൻ്റെ സ്ഥാനം. ബെറിന്റെ സ്ഥാനം അപ്പൻ്റെ മടിയിലാണ്. അഗസ്റ്റിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഏതോ ദൂരത്തല്ല, നീ അപ്പൻ്റെ മടിയിലാണ്. ബോധ്യമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ്, ഞാൻ ദൈവം അപ്പൻ്റെ മടിയിൽ ഇരുത്തിയതിനായിട്ട് നന്ദി. ഞാൻ എവിടെയാ ഇരിക്കുന്നത്? ഒരു പ്രായമായാലുണ്ടല്ലോ ഈ പിള്ളേർക്ക് അപ്പൻ്റെ മടിയിലിരിക്കാൻ മടിയാ.
പക്ഷെ ഞാൻ എൻ്റെ അപ്പൻ്റെ മടിയിലാണ്. കാരണം ഏറ്റവും സുരക്ഷിതമായ പ്ലേസ് ആണ്. ഓക്കെ, ഞാൻ ആ ഭാഗത്തുനിന്ന് വരിക. അപ്പൊ ഇവിടെ മത്തായി സുവിശേഷത്തിലേ വന്ന മോനെ മാത്യുവിൽ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ കടുകുമണി എന്ന് പറഞ്ഞ സാധനം എന്നായിരുന്നു അറിയാമോ? ഒരു സീക്രട്ടായിരുന്നു. ചിലവർക്കിത് രഹസ്യമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ, ചിലവർക്കിനെ ദൈവം എന്ത് ചെയ്തു? ആ വഴി തുറന്നു കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആ വഴി തുറന്നു കിട്ടിയവരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുത്താൽ അന്നേരം തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകും. യേശുവിൻ്റെ നാമത്തിൽ ഇത് തുറന്ന് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ, രഹസ്യത്തെ രഹസ്യമാക്കി വെക്കാനല്ല ദൈവം വിളിച്ചത്, രഹസ്യത്തെ പരസ്യമാക്കി മാറ്റി. ഇപ്പോഴും പെന്തക്കോസ്ത് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് തന്നെ അത് വെച്ചിരിക്കുക. പക്ഷെ കർത്താവിൻ്റെ തലമുറ എന്ന് പറയുന്നത് അതെന്താണെന്നറിയാമോ? അതിനെ പരസ്യമാക്കിക്കൊണ്ടിരിക്കുക. ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ പേര് 4 പേരുകൾ നേരത്തെ പ്രാരംഭത്തിൽ കുഞ്ഞുങ്ങളോടുള്ള സ്കൂളിൽ പ്രിയ ദൈവദാസൻ പറഞ്ഞു. യഹോവ റാഫ, യഹോവ ഷാലോം, പിന്നെ യഹോവ ജൈറേ, യഹോവ ശബഹു. അമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അമേൻ, ഈ ദൈവം കരുതൂ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്കതിനെ ചിന്തിക്കാനേ പറ്റത്തില്ല. പക്ഷേ നീ അങ്ങനെ തന്നെ ഇരിക്കെ, ഞാൻ അപ്പൻ്റെ മടിയിലാണ് ഇരിക്കുന്ന, അപ്പൻ കരുതാമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ടെൻഷൻ ഇല്ല. ഓ ഹല്ലേലൂയ. അപ്പൻ തരാമെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഇല്ല. ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ ഞാൻ വരുന്നിടം വരെ ഉറങ്ങാതിരിക്കും. അപ്പൻ എന്നോട് പറഞ്ഞത് എന്തിയേ എന്ന് ചോദിച്ച് അല്ല വിൻസൻ ബ്രദറെ, അവൻ ഒരു വാക്കെടാ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരട്ടെ സ്മിത്തി പോകാമെന്ന് പറഞ്ഞാൽ വരുന്നിടം വരെ അവൻ വെയിറ്റ് ചെയ്തിരിക്കും. അവൻ കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ അപ്പനെ നല്ലവണ്ണം അറിയാം, എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിവുള്ളവനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞ, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അപ്പൻ്റെ മടിയിലാണ് ഇരിക്കുന്നേ, എന്നോട് പറഞ്ഞ വാക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല, എന്നോട് പറഞ്ഞതൊന്നും മാറി പോകത്തില്ല. സ്വർഗരാജ്യത്തിനകത്ത് ആ മർമ്മങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തുറന്നിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ, ദൈവരാജ്യം എന്ന് പറയുന്നത് സീക്രട്ടാണ് അല്ലേ? ചിലവർക്ക് അത് എന്ത് ചെയ്തില്ല, തുറന്നു കിട്ടിയിട്ടില്ല. ഇനിയും നിങ്ങൾ ഈ ഒരു ഭാഗം നിൽക്കണേ. ഞാൻ പറഞ്ഞല്ലേ, ഓൾറെഡി ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അടുത്ത ആഴ്ചകളിൽ ഞാനിത് പറയാൻ വേണ്ടി ഇരുന്നൊരു കാര്യമാണ്. ഇതിനെ തുറന്നു കൊടുക്കാനുള്ള അതോറിറ്റി നമ്മുടെ മേലെ കിടക്കുന്നേ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് ഈ ദൈവരാജ്യത്തെ പറ്റി പറയുന്നു. അത് മറ്റൊരു രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നേ. 1-ാം വാക്യം, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ പറഞ്ഞ ഗ്രഹവിചാരകൻ. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഗ്രഹവിചാരകൻ, ഇൻചാർജ്, കാര്യസ്ഥൻ. നമ്മുടെ നല്ല ഭാഷ പറഞ്ഞ നാട്ടിൽ ഗ്രഹവിചാരകൻ. നിങ്ങൾ കേട്ടെ, മാനേജർ. ഹലോ, ഈ രഞ്ജു ഒരു ധനാട്ടിനായ മനുഷ്യനാണ്. കോട്ടയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു സ്ഥലവും അങ്ങനെ ആകട്ടെന്നേ, ആഹമേൻ, ഏക്കർ കണക്കിന് വീടും വലിയ കൊട്ടാരം പോലെയുള്ള വീടുമുണ്ട്. പക്ഷേ രഞ്ജു കുടുംബമായിട്ട് അയർലൻഡിലാണ് ജീവിക്കുന്നത്. ആ രഞ്ജുവിൻ്റെ വീടെല്ലാം നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച് കീ എല്ലാം കൊടുത്തിരിക്കുക. ആമേ, അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ ചെല്ലും, വീട്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും, പറമ്പിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും, തേങ്ങ ഇടും, ആമേൻ, അതിടും, കണക്ക് നോക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, ബാങ്കിലിടും, കാര്യങ്ങളെല്ലാം ഫോണിൽ കൂടെ പറയും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേൻ, യജമാനൻ അയർലൻഡിലാണെങ്കിലും യജമാൻ്റെ സ്വത്താണെന്ന് പറഞ്ഞാൽ പോലും അത് നോക്കി നടത്തുന്ന ആൾ ആരാന്നറിയാമോ? നാട്ടിൽ ഏതോ ഒരു സഹോദരനാണ്. ആ ഏതോ ഒരു സഹോദരനാ. അവൻ ഒരു ദിവസം 10 ദിവസത്തെ വെക്കേഷന് രഞ്ജുവും ബ്രസീലെയും കുഞ്ഞുങ്ങളും കൂടെ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കീ കൊണ്ടൊന്ന് കയ്യിലോട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇതെവിടെയൊക്കെ ഇരിക്കുന്നെന്ന് അറിയത്തില്ല. കാരണം പുള്ളി 2 വർഷം കൂടിയാണ് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ ദിനംപ്രതി വീട്ടിനകത്ത് വന്ന് കയറുന്നവൻ തുറക്കുന്നവന് കാര്യങ്ങളൊക്കെ അവൻ വ്യക്തമായിട്ടറിയാം. അതാണ് വീട്ടുടയവന് പകരം, ഒന്നും കൂടെ പറയുന്നു, യജമാനന് പകരം. ഒന്നും കൂടെ കേട്ടെ, യജമാനന് പകരം യജമാനൻ്റെ സ്ഥാനത്ത് നിന്ന് അതിനെ ഭംഗിയായിട്ട് നോക്കുകയും കരുതുകയും ചെയ്യുന്നതിൻ്റെ പേരാണ്
കാര്യസ്ഥൻ. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു, ജോമോനെ, ഇതിനകത്തിരിക്കുന്ന ജോബിയെ, സാജനെ, സോബിയെ, നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി ഞാൻ പറയാം. ദൈവം നിങ്ങളെ വിളിച്ചത് ആരായിട്ടാണെന്നറിയാമോ? ഒരു കാര്യസ്ഥനായിട്ട്. എന്തിൻ്റെ? ഒരു വീടിൻ്റെ. ഏത് വീടിൻ്റെ? ദൈവരാജ്യം എന്ന് പറയുന്ന വലിയ മർമ്മത്തെ തുറന്നു കൊടുക്കാനുള്ള വലിയ കാര്യസ്ഥനാക്കിയാണ് ദൈവം നിന്നെ വിളിച്ചത്. താങ്ക് യു ജീസസ്. ഈ ദൈവരാജ്യത്തിൻ്റെ കീ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങളെന്നെ അത്ര ശാന്തമായി പോയോ? ഇല്ല, സാരമില്ല. ഈ ഒരു സാധനം പറഞ്ഞ് നമ്മളൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഇപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. അതിനെ തുറക്കാനുള്ള അതോറിറ്റി നമ്മുടെ മേൽ ദൈവം തന്നു. ഇനിയും ആ മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് പോകെ. മത്തായി സുവിശേഷം നമ്മൾ വായിച്ചതാ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചു, അവർക്കും ലഭിച്ചിട്ടില്ല. അടുത്ത വാക്ക് പറയുന്നു, വരം ലഭിച്ചവനോട് പറയുന്നു, ഉള്ളവന്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത അതാ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവരാജ്യം എന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ നടക്കുന്ന സ്ഥലമാണ്. ഉള്ളവന്, ഒന്നുകൂടെ പറഞ്ഞേ, ഉള്ളവന് ചേർന്ന് പറഞ്ഞു, ഉള്ളവന്. ആ വാക്കൊന്ന് പറഞ്ഞ്, ദൈവരാജ്യത്തിൻ്റെ കീ ആണ് ആ വേട്. ഉള്ളവന് ദൈവരാജ്യത്തിൽ ഉള്ളവനായി നിൽക്കുക. ദൈവരാജ്യത്തിൽ ബെർനെ ഉള്ളവന്. ഒന്നുകൂടെ പറഞ്ഞ, ദൈവരാജ്യത്തിൻ്റെ കീ എന്നതാണ്? ഉള്ളവന്. ഒന്നുകൂടെ പറ, ഉള്ളവന്. അടുത്ത വാക്ക്, അവൻ എന്നാ ഉണ്ടാവും? പറഞ്ഞേ, ദൈവരാജ്യത്തിനകത്ത് എന്നാ ഉണ്ട്? ഉള്ളവൻ എന്ത് ചെയ്യും? കൊടുക്കും. 2, ദൈവരാജ്യത്തിനകത്ത് അവൻ എന്നാ ഉണ്ട്? അടുത്ത വേറൊരു ഭാഗം, ഈ മർമ്മം അറിയാൻ മേലാത്തവനോട് പറയുകയാണ്, ഇല്ലാത്തവനോടോ അവനോടുള്ളതും കൂടെ തിരിച്ചെടുക്കും. ഇന്ന് പകൽക്കാലം ദൈവരാജ്യം എന്ന് പറയുന്നത് തിരിച്ചെടുക്കുന്ന പദ്ധതിയല്ല, കൊടുക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ നീ വർദ്ധിക്കട്ടെ. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല. വർദ്ധിക്കും. അതാണ് പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്താണ്? എക്സ്റ്റൻഷനാണ്. പറഞ്ഞ ദൈവരാജ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഭാഗം വർഷങ്ങളായിട്ട് ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ പറയും, ഉള്ളവന് കൊടുക്കും. ഞാൻ പറയുന്നു, സ്തോത്രം. ആദ്യത്തേത് കിട്ടാനാണ് പാട്. ഞാൻ എപ്പോഴും പറയും, അത് ഇന്നലെയും പറയും, ഇന്നും പറയും, നാളെയും പറയും. ആദ്യത്തേത് കിട്ടാനാണ് പാട്. ഒന്ന് കിട്ടിയ പിന്നെ ആദ്യത്തെ കുഞ്ഞുണ്ടാകാനാണ് ഒരല്പം ബുദ്ധിമുട്ട്. ഒരു കുഞ്ഞുണ്ടായാൽ ദൈവം തലമുറകളെ വീണ്ടും തരും. ആദ്യത്തെ കാർ വാങ്ങാനാണ് പാട്. ആദ്യത്തെ വീട് വെക്കാനാണ് പാട്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ആ ആദ്യത്തെ വീടിന് വേണ്ടിയുള്ള ടെൻഷനാണ് പാട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിനെ രാമൻ പറഞ്ഞേ, ഇന്ന് പകൽ കയ്യിലുള്ളതിനെയൊക്കെ നോക്കിക്കൊണ്ട് പറയും, ഇതെല്ലാം വർദ്ധിക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഞാൻ ഇതിന് ശേഷം പറയണമെന്ന് ഓർത്തിരുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നല്ല സുന്ദരിയായ ഒരു നല്ല ഓടി കാറിനെ പ്രിയ ഷെറിൻ സിസ്റ്ററിന് കൊടുത്തു. നല്ല ഭംഗിയുള്ളൊരു കാറിനെ. നല്ല കാളക്കൂറ്റനായ ഒരു നല്ല നമ്മുടെ ടൊയോട്ടോയുടെ യാരിസ് ക്രോസ് അല്ലേ, അങ്ങനെയാണോ? അങ്ങനെയുള്ളൊരു മനോഹരമായ വണ്ടിയുമായിട്ടാണ് ഇവർ ഇന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയതാ. ഞാൻ പറയുന്നു, ആദ്യത്തേത് കിട്ടാനായിരുന്നു പാട്. ഞാനൊക്കെ ഇപ്പം 2ാമത്തെ തപ്പിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടില്ല. ആദ്യത്തേത് കിട്ടാനാ പാട്. 2ാമത്തെ സ്തോത്രം, ഹല്ലേലൂയ. സാജമ്പറോ ആദ്യത്തെ മേടിച്ച് 2ാമത്തെ മേടിച്ച്, ഇനി പുള്ളി പുതിയത് തപ്പിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരു വീട് കിട്ടാനാ പാട്. ഇതിനകത്ത് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ആദ്യത്തേത് കിട്ടാനാണ് ഒരല്പം പാട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2ാമത്തെ വീടിന് വേണ്ടി നോക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആദ്യത്തേത് കിട്ടാൻ ഇതിന് പകല. ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. ഒരു കണ്ടെയ്നർ വരാനാണ് പാട്. ഒന്ന് വന്നാൽ പിന്നെ ഉള്ളത് നീ പോലും കാണാതെ ഉള്ളവന് വീണ്ടും ദൈവം കൊടുക്കും. വീണ്ടും കൊടുക്കും. അത് ദൈവരാജ്യത്തിൻ്റെ എക്സ്റ്റൻഷന്റെ അകത്തുള്ളതാണ്, വർദ്ധനവിന്റെ അകത്തുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പറഞ്ഞ വേടുകളെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആരാ തലമുറയില്ലാത്തവരെ നോക്കിക്കൊണ്ട്? സ്റ്റെഫി ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ കുഞ്ഞുണ്ടാകാൻ ഇത്രയും സമയം എടുത്ത്, പക്ഷെ ഒന്നുണ്ടായാൽ
നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ല. 3 പേരുടെ മുഖത്തോടെ നോക്കി, 3 പേരും ആമേൻ പറഞ്ഞിട്ടില്ല. ആമേൻ, സ്തോത്രം. ഞാൻ സിബിനെ ഫോണിൽ വിളിച്ചിട്ട് പറയേണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ആദ്യത്തെ കുഞ്ഞുണ്ടാകാനാണ് പാട്. ആമേൻ. ജോബിയുടെയും ബിയുടെയും ലൈഫിൽ ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. 3 ആമേൻ പിന്നീട് ഉണ്ടായതാണ് ആമി. അതുണ്ടാകാനായിരുന്നു ഏറ്റവും വലിയ പാട്. ഞാൻ ഓർത്തു പ്രസവകാലത്ത് ഇതുപോലെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു സഹോദരിയെ കണ്ടത് ഈ ബിയൂലിയ. വികൃതമായ ഒരു രൂപം, ഇതിന്ന് പേടിപ്പിക്കുക. ആമേൻ, സ്തോത്രം. പക്ഷെ അടുത്ത 2 കുഞ്ഞുങ്ങൾ അവൾ പോലും അറിയാതെ ദൈവം കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഒരു പേരെടുത്ത് പറഞ്ഞതോ ഒന്ന് പറഞ്ഞതോ, നീ എന്തുമാത്രം നെഗറ്റീവ് പറഞ്ഞാലും എന്തുമാത്രം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നിന്റെ ലൈഫിനെ നോക്കി ദൈവരാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കമാൻഡ് ചെയ്യാൻ പറ്റും. ഉള്ളവന് ദൈവം വീണ്ടും കൊടുക്കും, ഉള്ളവന് ദൈവം വീണ്ടും കൊടുക്കും. നിന്റെ ലൈഫിനകത്തൊരു വർധനവ് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ ഓഗസ്റ്റ് മാസം വർധനവിൻ്റെ മാസമാകട്ടെ. ആമേൻ പറയാമെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി, ആ കരങ്ങളൊക്കെ ചേർത്തടിച്ച് ആമേൻ പറഞ്ഞ് വർധനവ്, വർധനവ്, വർധനവ്. ഓ ആമേൻ. ഇത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് ഇല്ലായ്മയല്ല, സമൃദ്ധിയാണ്. പോയോ? അവൻ എന്നെ ഉണ്ടാകും എന്നാ വാക്കെന്ന് പറഞ്ഞേ. സമൃദ്ധി എന്ന് ഉറക്കെ പറഞ്ഞേ. അയ്യോ, അത് പറയാൻ പേടിയാണോ? പറഞ്ഞേ സമൃദ്ധി. പറഞ്ഞേ, എല്ലാവരും വാ തുറന്ന് പറഞ്ഞേ. ഇത് പറയുന്നതനുസരിച്ച് നിന്റെ ലൈഫിനകത്ത് സമൃദ്ധി വരും. സമൃദ്ധി, സമൃദ്ധി. വാ തുറന്ന് പറഞ്ഞേ. അവന് സമൃദ്ധി ഉണ്ടാകും, അവന് സമൃദ്ധി ഉണ്ടാകും. നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന് പകരം ജോമോന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ജോമോന്. ഒന്ന് പറ, ഇത്ര അസൂയ. ജോമോൻ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം ശാന്തമായതുപോലെയായി പോയി. ഒന്ന് ഉറക്കെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ പേരെന്ന് പറയുന്നേ ജോമോ. കഴിഞ്ഞ ആഴ്ച റേസം ഭാഷ ഇവിടെ പോയി സ്വർഗവിരുന്ന് പോയി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു ദൈവസനം നിങ്ങൾ ഇവിടെ അല്ലായിരുന്നു അത് പറയണ്ടേ? അതാര് കേട്ടായിരുന്നു? നമ്മുടെ ബിബിൻ ബ്രദറിന്റെ വീട്ടിൽ പോയി ആമേ അവിടെ പ്രസംഗിച്ചു. ഇവിടെ പറഞ്ഞില്ല. ചർച്ചിലെ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കേണ്ടത് ആരാന്നാ പറഞ്ഞേ? സെഫി പറഞ്ഞു, ഒറ്റയ്ക്ക് പറഞ്ഞേ. ചർച്ചിലെ ഏറ്റവും വലിയ വണ്ടി ഉപയോഗിക്കേണ്ടത് ആരാണ്? ചർച്ചിലെ ഏറ്റവും വലിയ വാച്ച് കെട്ടേണ്ടത് ആരാണ്? ചർച്ചിലെ ഏറ്റവും വലിയ അക്കൗണ്ട് കൂടുതലുണ്ടാകേണ്ട ആരുടെയാണ്? അത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാ. കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് തലയിൽ നിന്നല്ലോ. വായിച്ചു 133 സങ്കീർത്തനം. അഹറോന്റെ അഭിഷേകത്തെ പറ്റി പറഞ്ഞിരിക്കുക. തലയിൽ നിന്നല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന നമ്മുടെ സഹോദരന്മാരെ അറിയാം മുഖത്ത് ചോരയില്ല. ഞാൻ ഇവരെല്ലാം നോക്കി, എല്ലാം കണ്ണടച്ചിരുന്ന ആമേൻ പറഞ്ഞു. സ്വർഗവിരുന്നിലുള്ളവരെല്ലാം കണ്ണ് തുറന്നിരുന്ന ആമേൻ പറഞ്ഞു. ഇവിടുന്ന് വേണം താഴോട്ട് വരാൻ. ഇനി അത് പോട്ടെ, അത് സ്വർഗവിരുന്നവരെ പിടിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിച്ചോണം. ആമേ. ഇതെവിടെ ഒഴിച്ചാന്നറിയാമോ? ലീഡറിന്റെ തലയിൽ ഒഴിച്ചു, അത് താഴോട്ട് വീണു. ലീഡറിന്റെ തലയിൽ പറ്റിയിരിക്കുകയാണെങ്കിൽ സാജൻ ബ്രദറെ താഴോട്ട് എന്നായിരിക്കും ഒഴുകുന്നേ? കുറച്ച് വേർപ്പ് മാത്രമേ കാണൂ. പക്ഷെ ലീഡറിന്റെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് താഴോട്ട് എന്ത് ചെയ്യും? ഞാൻ ആ മനുഷ്യനോട് ദൈവസേന നിങ്ങൾ ഇവിടെയായിരുന്നു അത് പറയണ്ടേ? പോട്ടെ, അത് വിട്. അവന് സമൃദ്ധി ഉണ്ടാകും. ഈ വാക്കി മാറ്റിക്കോ മോനെ. അവന് ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ അറിയുന്നവൻ എന്നെ ഉണ്ട്. പറഞ്ഞേ, വാ കൊണ്ട് പറ മക്കളെ. സമൃദ്ധി. ഉറക്കെ പറ സമൃദ്ധി. ഇനിയും പറ. ആമേൻ, സ്തോത്രം. അടുത്തത് നിങ്ങൾക്ക് അടുത്ത വാക്യം 12-ാമത്തെ വാക്യം 12. അവന് സമൃദ്ധി. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇനി എൻ്റെ പേര് പറയണ്ട, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പേര് പറ. ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുന്ന ജോബിക്ക് എന്നെ ഉണ്ടാകും. ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുന്ന സിബിക്ക്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുന്ന ഷെറിന്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുന്ന ബിയൂലയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുന്ന പറഞ്ഞ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ. ഇത് മർമ്മങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലൈഫിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയാവുന്ന സാജന്, ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ അറിയാവുന്ന സോബിക്ക്, ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ അറിയാവുന്ന അലന്, ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ അറിയാവുന്ന അന്നയ്ക്ക് സമൃദ്ധി ഉണ്ടാകും. ആമേൻ പറയാമെങ്കിൽ പറ. ദൈവരാജ്യം എന്ന് പറയുന്നത് നിന്നെ ചുരുട്ടിക്കൂട്ടി എവിടെയോ വെക്കുന്നതല്ല. നീ എവിടെ ഇരുന്നാലും അത് വർദ്ധിക്കും. പറഞ്ഞേ, വർദ്ധിക്കും.
ഓ ഈ വർധനവ് കാണാൻ ഒന്നുകൂടെ പറയാം. ആ 13 അധ്യായം മുഴുവൻ വായിക്കണേ. ഇതിനകത്ത് എവിടെയോ ഈ ഈസ്റ്റ് ഇട്ട മാവിനെ പറ്റി പറയുന്നുണ്ടല്ലോ, പുളിച്ച മാവ്. ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. താങ്ക് യു ജീസസ്. പറഞ്ഞ വർധനവെന്ന് പറഞ്ഞേ. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? എത്രയാ? 33 അല്ലേ? അവൻ മറ്റൊരു ഉപമയും പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് പുളിച്ച മാവ് പറഞ്ഞ പുളിച്ച മാവ്. എങ്ങനെയാ പുളിച്ചേ? നിങ്ങളെടുത്ത മാവിനകത്തോട്ട് ഒരല്പം പുളിക്കാനുള്ള പിണ്ട് വിട്ടു. പുളിക്കാനുള്ള, നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ അതിന് പുളിക്കാനുള്ള സാധനം എന്നാ? നാട്ടിലാണെങ്കിൽ നല്ല ഒഴിച്ചു, ഈസ്റ്റ് ഇട്ടു. ഈ ലാസ്റ്റ് ഡേ ഇവരെല്ലാവരുടെ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. നല്ല ക്ലൈമറ്റുമായിരുന്നു. വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് പാത്രമെല്ലാം കവിഞ്ഞു പുറത്ത്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ആർക്ക് ഇല്ലാതാക്കാൻ പറ്റും? എത്ര അടപ്പ് വെച്ച് മൂടിയാലും പറഞ്ഞേ സമൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞേ. ഓ, നിങ്ങൾ കേട്ടില്ല? ആരൊക്കെ ഏതൊക്കെ അടപ്പ് വെച്ച് നിന്നെ ലോക്ക് ചെയ്താലും സമൃദ്ധി ഉണ്ടാകും. ദൈവരാജ്യത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകും. ദൈവരാജ്യത്തിനകത്ത് എൻ്റെ CB സിസ്റ്റർ ഒന്ന് പറഞ്ഞേ. സമൃദ്ധി ഉണ്ടാകും. ആരൊക്കെ ഒന്നാക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും സമൃദ്ധി ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകും. വാ തുറന്നു പറ. പുളിച്ച മാവ് പോലെ ഒരു പാത്രത്തിനും അടക്കി വെക്കാൻ പറ്റത്തില്ല. നിന്റെ ലൈഫിനകത്തുനിന്ന് അത് പൊങ്ങി അത് സമൃദ്ധിയായി മാറും. ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ വരം ലഭിച്ചവർ ആ കരങ്ങളൊക്കെ ഉയർത്തി ചേർന്ന് പറഞ്ഞ്, ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധി അനുഭവിപ്പാൻ വരം ലഭിച്ച എനിക്ക് ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇത് ഒരു പെന്തക്കോസ്ത് സഭയുടെ പ്രസംഗമല്ല ബ്രദറെ. അതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കാതിരിക്കരുത്. ഇത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുവരെപ്പെട്ടവരാരും ഈ കാര്യത്തിന്റെ മാർമിക വശം ഇപ്പോഴും അറിയത്തില്ല. ഇനിയും ഞാൻ പറഞ്ഞ വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ദൈവരാജ്യം കടുകുമണിയോട് എന്നതാണ്? കടുകുമണി. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും അല്ലേ, അത് കുഴിച്ചിട്ടു, അതെന്നായി മാറി? നോർമലി ഒരു സസ്യമായി. പിന്നെ അതെന്തായി മാറി? ചേർന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ കടുകുമണി വൃക്ഷമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ. ഞാൻ ഇരുന്ന സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കി. ഒരു കടുകുമണിയുടെ ഏറ്റവും വലിപ്പം എന്ന് പറയുന്നത് 2 മീറ്റർ നീളമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു വൃക്ഷം, അതിന് കൊമ്പിലൊക്കെ ആര് വന്നിരിക്കുന്നു? പക്ഷികൾ വന്നിരിക്കുന്ന കടുകുമണി. വാവ്. നീ വിതച്ചത് ചെറുത്. നിന്റെ കാഴ്ചയിൽ ഞാനിങ്ങനെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിന്റെ കാഴ്ചയിൽ 2 അടി പൊക്കം, 2 മീറ്റർ മാത്രം പൊക്കം വരുന്ന ഒരു സസ്യമാണ്. പക്ഷെ ദൈവം പറയുന്നു, ദൈവരാജ്യത്താണെങ്കിൽ നീ സസ്യമല്ല, നീ വൃക്ഷമാകും. അതിനാമേൻ പറയാമെങ്കിൽ പറഞ്ഞു, നീ സസ്യമല്ല, അത് വൃക്ഷമാകും. അത് സസ്യമല്ല, അത് വൃക്ഷമാകും. സസ്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് കൈകൊണ്ട് പിടിച്ച് പയരോടെ പഴുത് കളയാൻ പറ്റും. പക്ഷെ വൃക്ഷമാണെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന ദൈവസഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, അയർലൻഡിൽ നീ സസ്യമല്ല. ചേർന്ന് ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു, അയർലൻഡിൽ നീ സസ്യമല്ല.
വൃക്ഷമാണ്. സസ്യമാണെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ആമേൻ സ്തോത്രം മന്നൂന്, ഇവിടെ ഇരിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ തിമോത്തി വന്ന് കൈകൊണ്ട് പിടിച്ചു പറിച്ചാൽ ചിലപ്പോൾ അതിങ്ങ് പോരും. പക്ഷെ വൃക്ഷത്തെ തൊടാൻ പാടാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ പ്രവചിക്കുന്നു, നീ പറയപ്പെടുമെന്നോ നിന്നെ പറിച്ചു കളയുമെന്നുമൊക്കെ പറഞ്ഞു നിൽക്കുന്നതിൻ്റെ നടുവിൽ ദൈവരാജ്യത്തിൻ്റെ സീഡിനകത്താ നീ നിൽക്കുന്നെങ്കിൽ, ആ മണ്ണിനകത്താ നിൽക്കുന്നെങ്കിൽ നീ പറയപ്പെടത്തില്ല, നീ പൊങ്ങി പോകത്തില്ല. നീ ഇവിടെ എസ്റ്റാബ്ലിഷ് ആകും, നീ ഇവിടെ വളർന്നു നിൽക്കൂ, നീ ഇവിടെ വൃക്ഷമായി നിൽക്കും. അതുമാത്രമല്ല, നിന്നെ നോക്കിക്കൊണ്ട് ചിലർ വന്ന് ആശ്രയം പെടുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ശിഖരത്തിൽ വന്ന് ആമേൻ പക്ഷികൾ വന്ന് താമസിക്കുന്നത് പോലെ നീ ചെയ്യുന്നതിനകത്ത് ശിഖരങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ പറയുന്നേ, ആമേൻ പറ, ആമേൻ പറ. നീ ചെയ്യാൻ പോകുന്നതിനകത്ത് ശിഖരങ്ങൾ ഉണ്ടാകും. പറഞ്ഞ ദൈവരാജ്യം ഒറ്റത്തടിയല്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ. ശിഖരങ്ങൾ, ബ്രാഞ്ചസ് ഉണ്ട്. അല്ല, ശിഖരത്തിന് അങ്ങനെ പറയുന്ന ബ്രാഞ്ച് എന്നല്ലേ? ശിഖരം ആമേൻ വൃക്ഷത്തിന് എന്നാ ഉണ്ട്? ഒരു സാധാരണ കടുകുമണിയെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇത് സസ്യമല്ല, ഇത് വൃക്ഷമാണ്. രണ്ട് പറയുന്നു, ഇത് വൃക്ഷം തന്നെയല്ല, വൃക്ഷത്തിന് എന്നാ ഉണ്ട്? ഇത് ഞാൻ പ്രവചിക്കുന്നു. ഇപ്പോൾ ആത്മമണ്ഡലത്തിൽ കയറുന്നുണ്ട്, പ്രവചിക്കുന്നു. നിന്റെ ഈ ഒരൊറ്റ പ്രസ്ഥാനം സോബി, നിനക്ക് ഇതിന് ആത്മാവിൽ പിടിക്കാമെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ നോക്കിക്കൊണ്ട് ജോബി നിനക്ക് പറയാമെങ്കിൽ പറഞ്ഞു, ഇതിന് ശിഖരങ്ങളുണ്ടാകും. പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു, ഇതിന് ശിഖരങ്ങളുണ്ടാകും. ഇനി നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നു, ഈ ചർച്ചിന് ശിഖരങ്ങളുണ്ടാകും, ഈ ചർച്ചിന് ശിഖരങ്ങളുണ്ടാകും. ആ ശിഖരത്തിൽ അനേകം പക്ഷികൾ വന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് എക്സ്റ്റൻഷൻ നടക്കട്ടെ, നിങ്ങളുടെ ലൈഫിനകത്ത് എക്സ്റ്റൻഷൻ നടക്കട്ടെ. നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ശിഖരങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പരന്നു നിൽക്കുന്ന ശിഖരങ്ങൾ, ശിഖരങ്ങൾ വെളിപ്പെടട്ടെ. ആർദ്ദന വൈഡപ്രവന ദൈവരാജു എന്ന് പറയുന്നത് അതാണ്. Oh, Talaba Tama Rabachi Andere Tabarama Siantara Kenama Siantara. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടറിയാം. ഇൻ പേഴ്സൺ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ നീഡ്സ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പരസ്യമായിട്ട് ഇവിടെ വന്ന് ഈ ദൈവവചനത്തിൻ്റെ ആമേൻ സെറ്റപ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. ദൈവരാജ്യത്തിനകത്ത് ഒറ്റത്തടിയല്ല. ചേർന്ന് പറഞ്ഞേ, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ വൃക്ഷമായി മാറും, ഞാൻ ശിഖരങ്ങളുള്ളവനായി മാറും. ആ ശിഖരങ്ങളിൽ പറന്ന് നടക്കുന്ന ചിലത് വന്ന് കൂട് വെക്കുന്ന, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. മോനെ മറ്റേ വായിച്ചേ തൊട്ട് 31 ഇട്ട് 31 പ്ലീസ്. നിങ്ങൾ നോക്കിയേ, കടുകുമണി. സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് എന്നാണ്? അത് ഒരു മനുഷ്യനെടുത്ത് അത് എൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും എന്നാണ്? 2026 നീ പറയും ഇത് ചെറിയ തുടക്കം. യേശുവിൻ്റെ നാമത്തിൽ ഇത് ചെറുത്, ചെറിയ തുടക്കം, ചെറിയ പ്രാർത്ഥന, ചെറുതായിട്ട് ഓഫറിങ് ഇടുന്നു, ചെറിയ സ്തോത്രകാഴ്ച ഇടുന്നു, ചെറുതായിട്ട് ദൈവനാമത്തെ സ്നേഹിക്കുന്നു. പക്ഷേ സമയം കഴിയും തോറും സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ചേർന്ന് പറഞ്ഞേ, എൻ്റെ ചെറിയ സെറ്റപ്പൊക്കെ മാറാൻ പോവാ. പറഞ്ഞേന്നേ, നിങ്ങളുടെ സെറ്റപ്പ് മാറുമ്പോൾ നിങ്ങൾ ദൈവത്തോടുള്ള പ്രാധാന്യത്തിൽ സെറ്റപ്പ് മാറിക്കോണം. ഹലോ, നിങ്ങളുടെ സെറ്റപ്പ് മാറുമ്പോൾ നിങ്ങളുടെ ദൈവരാജ്യത്തിനുള്ള പ്രാധാന്യത്തിൽ സെറ്റപ്പ് മാറണം. എനിക്ക് കാലിഫോർണിയയിൽ അലക്സ് എന്ന് പറയുന്നൊരു ബ്രദറുണ്ട്, എൻ്റെ ഭയങ്കര ഒരു സുഹൃത്താണ്. പുള്ളി 1-to-1 മിനിസ്ട്രി ചെയ്യുന്ന പുള്ളിക്ക് സ്റ്റേജിൽ നിൽക്കാനോ പ്രാർത്ഥിക്കാനോ പറയാനോ ഒക്കെ ഭയങ്കര പേടിയാണ്. പുള്ളി ഏറ്റവും പുറകിരിക്കും. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് ഈ 1-to-1 ഒറ്റയ്ക്ക് പോയിട്ട് സുവിശേഷം പറയുന്ന ആളാണ്. പക്ഷേ പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ചർച്ചിലിടുന്ന ഷൂസ് ഇട്ടുകൊണ്ട് പുള്ളി മാർക്കറ്റിൽ പോകത്തില്ല. പുള്ളിയുടെ രീതി അതാണ്. പുള്ളി പറഞ്ഞത്, ഇത് എൻ്റെ പഠിപ്പീരൊന്നുമല്ല, പക്ഷേ ഞാൻ ചർച്ചിലിടുന്ന ഷൂ ഇട്ടുകൊണ്ട് എവിടെ പോകത്തില്ല? മാർക്കറ്റിൽ പോകത്തില്ല. അതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ടൊന്നും ഞാൻ ചർച്ചിൽ
പുള്ളി ചർച്ചിൽ പോകാൻ വേണ്ടി, ചർച്ചിലിടാൻ വേണ്ടി മാസത്തിലൊരിക്കൽ ബാങ്കിൽ പോയിട്ട് കാശ് മേടിച്ചുകൊണ്ട് വന്ന്, പുത്തൻ ഫ്രഷ് കാശ് മേടിച്ചുകൊണ്ട് വന്ന്, ഫ്രഷ്. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് കഴിഞ്ഞോണ്ട് $1 മൊത്തം മേടിച്ചുകൊണ്ട് വന്നത്. ആ പുള്ളി ബാങ്കിൽ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഡോളർ വേണമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നേ. അദ്ദേഹം പുതിയ കാശ് ബാങ്കിലെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. ഞാനത് നമ്മൾ ഫോളോ ചെയ്യണമെന്നല്ല പറഞ്ഞു. നീ എക്സ്റ്റൻഷൻ പെടുമ്പോൾ, നീ വളർച്ച പ്രാപിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്ത് എന്നാ ഉണ്ടാകണം എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. നമ്മളിന്ന് കുടുംബമേ ഉള്ളൂ കേട്ടോ, നമ്മളിന്ന് കുടുംബമേ ഉള്ളൂ. ഞാൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് വർദ്ധിപ്പിക്കും. വേണ്ടിയില്ലല്ലോ. നേരത്തെ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ശാന്തത വന്ന പോലെ വീണ്ടും ശാന്തത വന്നു. വെറുതെ നീ പറയണം, ഞാൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത്, കാരണം ഓൾറെഡി ദൈവം നിന്നെ എന്ത് ചെയ്തു. പിന്നെ കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇത് ദൈവരാജ്യത്തിനകത്ത് നീ കടുകുമണി വിതയ്ക്കുമ്പോൾ വലിയ വൃക്ഷമായെങ്കിൽ, ദൈവരാജ്യത്തിനകത്ത് നീ വലിയ വിത്ത് വിതച്ചാൽ, കടുകുമണി വിതച്ചിട്ട് വലിയ വൃക്ഷമായെങ്കിൽ, ഇപ്പോഴത്തെ നീ 100 യൂറോ വിതച്ചിട്ട് വലിയ വൃക്ഷമായെങ്കിൽ, ചെറിയ വിത്ത് വിതച്ചിട്ട് വലിയതായെങ്കിൽ, നോർത്ത് നോക്കിയേ, വലിയൊരു വിത്ത് വിതച്ചാലോ? ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷത്തിൻ്റെ പേരാണ് സക്കായി അല്ല, മറ്റേ അതിനടിയുടെ കാറൊക്കെ പോകുന്നേ സക്കോയ അല്ലേ, കേട്ടിട്ടില്ലേ? അതിനടിയിലൂടെ ഏതൊരു രാജ്യത്ത് അതിനടിയിൽ കൂടെ കാറൊക്കെ പോകും. സക്കോയ എന്ന് പറഞ്ഞേ, കടുകുമണിയൊന്നുമല്ല. ദൈവം നിന്നെ വിളിച്ചത് ശാന്തമായല്ലോ. ദൈവം നിന്നെ വിളിച്ചത് അങ്ങനെ വളരാൻ. ദൈവരാജ്യത്തിനകത്ത് അസൂയുള്ളവരില്ല, ദൈവരാജ്യത്തിനകത്ത് പിണക്കമുള്ളവരില്ല, ദൈവരാജ്യത്തിനകത്ത് നമ്മുടെ നാടൻ കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം കാലുവാരുന്നവരില്ല. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യം വളരണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചേ. ബൈബിൾ പഠിപ്പിക്കുന്നു, നീ അതൊരു വൃക്ഷമായി മാറി. ഞാൻ 2 വാക്ക് ഇന്ന് പകൽ സഭയുടെ മേൽ പ്രാർത്ഥിച്ചിടാൻ പോവാ. 2 വാക്ക്. ഒന്ന്, നീ. അതിന് തൊട്ട് മേളത്തുള്ള വാക്യം നമ്മൾ വായിച്ചു, നീ ആമേൻ അഭിവൃദ്ധി പ്രാപിക്കും. പറഞ്ഞേ, നീ അഭിവൃദ്ധി പ്രാപിക്കും. 2, നീ ആരായി മാറും? വൃക്ഷമായി തീരും. ഒന്ന് പറഞ്ഞേ, ആ വാക്കെന്ന് പറഞ്ഞേ, നീ അഭിവൃദ്ധി പ്രാപിക്കും. 2, നീ ആരായി മാറും? ദൈവരാജ്യത്തിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കും. 2, നീ വൃക്ഷമായി മാറും. ഒന്നും കൂടെ ചേർന്ന്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെന്നറിയോ, നിങ്ങളിൽ നിന്ന് എനിക്കിത് കേൾക്കണം. ദൈവരാജ്യത്തിനകത്ത് നീ അഭിവൃദ്ധി, abundant grace, abundant blessing, അഭിവൃദ്ധി, വലിയ വൃക്ഷം. ആർക്കാഗ്രഹമുണ്ട് എനിക്ക് വലിയ വൃക്ഷമാകണം, എനിക്ക് ശിഖരങ്ങൾ വേണം? പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ചേ. ഷാലോം ലിവിങ്ങിൻ്റെ ബ്രാഞ്ചസ്, റൈറ്റ് ചോയ്സിൻ്റെ ബ്രാഞ്ചസ്, ഇൻ ക്രൈസ്റ്റിൻ്റെ ബ്രാഞ്ചസ്. 2 കാർ. ഞാൻ പറയുന്നു, നിങ്ങളിനി ഇത് ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. 1 കാറുള്ളവൻ 2ാമത്തെ കാറിലേക്ക്, 1 വീടുള്ളവൻ അടുത്ത വീട്ടിലേക്ക്. ഓ ഹല്ലേലൂയ, ഒന്നുള്ളവൻ അടുത്തതിലേക്ക്. ഇതെല്ലാം ദൈവരാജ്. ആമേൻ. ആരോ പരീക്ഷന്മാർ പറഞ്ഞു, ഇത് മുച്ചൂട്ടുകളിക്കാരൻ്റെ പരിപാടിയാ. വെയ് രാജാ വെയ്, 1 വെച്ചാൽ 2. അല്ലല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. അല്ലല്ല, മുച്ചിട്ടുകാരൻ്റെ പരിപാടിയല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. നീ ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, നീ നിന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. നീ സസ്യമല്ല, നീ വൃക്ഷമാണ്. ചേർന്ന് പറ, നീ സസ്യമല്ല, നീ വൃക്ഷമാണ്. നീ അഭിവൃദ്ധി പ്രാപിക്കും. ഓ ജീസസ്. ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നു, അയർലൻഡിൽ ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കേണ്ടത് പറയാമെങ്കിൽ പറ, ആരാണ് അയർലൻഡിൽ ഏറ്റവും നല്ല വീട്ടിൽ താമസിക്കേണ്ടത്? സിബി സിസ്റ്റർ, ഞാൻ പറയാ, ഗവൺമെന്റിന്റെ സോഷ്യൽ വീട്ടിലല്ല നീ താമസിക്കണ്ടേ. ഈ അയർലൻഡിൽ ഏറ്റവും നല്ല വീട്ടിനകത്ത്, സ്വന്തം വീട്ടിനകത്ത് നീ താമസിക്കണം. അതിന് രാമേ പറയാൻ പറ്റുമെങ്കിൽ
അയർലൻഡിൽ ഏറ്റവും നല്ല വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും എന്നറിയാവോ? അവിടെ മൈലേജ് നീ നോക്കണ്ട, അതിനുള്ള പ്രൊവിഷൻ ജഹോവ ജൈറെ, യേശുവിൻ്റെ നാമത്തിൽ. ഇതിലപ്പുറം എനിക്ക് പറയാൻ അറിയത്തില്ല. ഏറ്റവും നല്ല സ്ഥലത്ത് നീ ഇരിക്കണം, ഏറ്റവും നല്ല കസേര നീ ഇരിക്കണം. കിരികിര ഒച്ച കേൾക്കുന്ന കസേര അല്ല ഇരിക്കണ്ടേ, ഏറ്റവും നല്ല കസേര ഇരിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച് ആ 2 വാക്കിന്ന് പകല് ആമേൻ സ്തോത്രം. അല്ലനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് നിന്റെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു. ഞാൻ ഈ രാജ്യത്ത് അഭിവൃദ്ധി പ്രാപിക്കും. പറഞ്ഞേ, ഞാൻ ഈ രാജ്യത്ത് സമൃദ്ധി പ്രാപിക്കും, ഞാൻ ഈ രാജ്യത്ത് അഭിവൃദ്ധി പ്രാപിക്കും. 2, ഞാൻ ഈ രാജ്യത്ത് വൃക്ഷമായി നിൽക്കും. അഗസ്റ്റനെ നീ പറ, ഞാനൊരു സസ്യമല്ല. ഇനിയിപ്പം മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ഞാൻ വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ. നിനക്ക് 2 വർഷം കൊണ്ട്, അവൻ 20 വർഷം കൊണ്ട് നേടാൻ പറ്റുന്നത് നീ 2 വർഷം കൊണ്ട് പിടിക്കും. അവൻ 30 വർഷം കൊണ്ട് പിടിച്ചത് നീ 5 വർഷം കൊണ്ട് പിടിക്കും. കാരണം നിൻ്റെ അകത്ത് എന്നാ കിടക്കുന്നറിയോ? ദൈവരാജ്യമാണ്, ദൈവരാജ്യമാണ്, ദൈവരാജ്യമാണ്. നീ ദൈവരാജ്യത്തിൽ അവൻ്റെ മടിയിലാണ്. കർത്താവിന് നിൻ്റെ സമൃദ്ധി ഇഷ്ടമാണോ? ആണെന്ന് ആണ്. അതുകൊണ്ടല്ലേ കർത്താവ് അപ്പം കൊടുത്തപ്പം എത്ര പേർക്കുള്ള കൊടുത്തേ? 5 അപ്പത്തെയും 2 മീനെയും 5000 പുരുഷന്മാർ തന്നെ. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം, അതിൻ്റെ ഡബിൾ ഇരട്ടി കാണും സഹോദരിമാർ. അതിനേക്കാളും ഇഷ്ടം 12 കൊട്ടയും കൂടി എന്ത് ചെയ്തു? കർത്താവ് സമൃദ്ധിയിൽ, ദൈവരാജ്യത്തിനകത്ത് സമൃദ്ധിയുണ്ട്. ഞാൻ പറയുന്നു, നിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞ അന്നന്നത്തേക്കിനുള്ളത് ചോദിച്ചോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, സ്വർഗസ്വനായ പിതാവേ, അത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ അകത്ത് നീ പുതിയ നിയമസഭ കയറി നിൽക്കുമ്പോൾ പറയുന്നത് അന്നത്തേക്കിനുള്ളതല്ല, മിച്ചം കൊട്ടയ്ക്കകത്തും കാണണം. പറഞ്ഞ് എൻ്റെ വീട്ടിനകത്തും മിച്ചം കൊട്ടയ്ക്കകത്തും കാണും, നിൻ്റെ ബാങ്ക് ഓഫ് അയർലൻഡിനകത്തും, നിങ്ങൾ കേട്ടില്ല, AIBക്കകത്തും, നിങ്ങളുടെ റവല്യൂട്ടിനകത്തും മിച്ചം കാണുമെന്ന്. നിങ്ങൾക്കതിന് ആമേൻ പറയാമെങ്കിൽ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി. എല്ലാ മാസവും വരുമ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഓർത്ത് നീ നിൽക്കണ്ട. മിച്ചം 12 കൊട്ട എടുത്തതുപോലെ നിന്റെ അക്കൗണ്ട് ആമേൻ വിശ്വസിക്കാം. ശരണ, നീ അത് വിശ്വസിക്കുന്നോ? നീ ചിലപ്പം കേട്ട മെസ്സേജ് മുഴുവൻ ഇങ്ങനെയുള്ളതല്ലായിരിക്കാം. ബ്രദറെ, നിങ്ങൾ കേട്ടത് മുഴുവൻ ഇങ്ങനെയുള്ളതല്ലായിരിക്കാം. പക്ഷെ ദൈവരാജ്യം പറയുന്നത് അങ്ങനെയാണ്. പറഞ്ഞേ, മിച്ചം തൻ്റെ കൈക്കകത്ത് കാണും. എത്ര ചെലവ് ചെയ്താലും, എത്ര ചെലവ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും മിച്ചമുള്ളത് എൻ്റെ കൈക്കകത്ത് കാണും. എൻ്റെ കൊട്ടയ്ക്കകത്ത് 12 കൊട്ടയ്ക്കകത്ത് മിച്ചമുള്ളത് ദൈവരാജ്യത്തിനകത്ത് പറയുന്നു. അറ്റപ്പറ്റിയുള്ള ലൈഫ് സ്റ്റൈൽ അല്ല, ബാലൻസ് വരുന്നു. അതിന് പറഞ്ഞ വേടന് ബാലൻസ് വരുന്നു, ബാലൻസ് വരുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചെല്ലാവരും പ്രാർത്ഥന. നിങ്ങൾ കമാൻഡ് ചെയ്തേ,